ഹായ് കൂട്ടുകാരെ, സൈക്കോസ് വിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുഞ്ഞു പാചകമാണ്. ഇന്ന് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, നമ്മളിവിടെയൊക്കെ പപ്പായ എന്ന് പറയും, പല സ്ഥലങ്ങളിൽ ഇത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ പപ്പായ ഉപയോഗിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പപ്പായ തന്നെ ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു തോരൻ എങ്ങനെയാണെന്ന് നോക്കാമേ. അപ്പോൾ കൂട്ടുകാരെ, പപ്പായ എല്ലാം ഞാൻ ഓരോ കഷ്ണത്തിന് നീളനായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ചെറിയ അതിൽ ഗ്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അതാകുമ്പോൾ നമ്മൾ ക്യാബേജിനെ കരിയില്ലേ, അതുപോലെ നൈസായിട്ട് കിട്ടും കേട്ടോ. അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ചിരവയിൽ വെച്ച് ചിരുകിയും എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം നല്ലതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള പപ്പായ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ പപ്പായയുടെ വെള്ളം എടുത്ത് കളയണം. പപ്പായയുടെ വെള്ളം നല്ലതുപോലെ പിഴിഞ്ഞ് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തോരൻ ഒരു കുതിർന്ന കണക്കായി പോകും കേട്ടോ. അതുകൊണ്ട് നല്ലതായിട്ട് പപ്പായ മുഴുവൻ ഉണ്ടായിരുന്നത് നമ്മൾ പിഴിഞ്ഞ് ആ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പപ്പായ പിഴിഞ്ഞപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പപ്പായയുടെ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് തോരൻ വെക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായി വന്നിട്ട് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലിട്ട് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉഴുന്നിട്ട് കൊടുത്ത് തോരൻ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉഴുന്ന് കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പം പിന്നെ അതിലേക്ക് നമ്മുടെ 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഒന്ന് മൂത്ത് വന്ന സമയത്ത് കരിവേപ്പിലയും പിന്നെ ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തോരത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം വച്ചിരിക്കുന്ന നമ്മുടെ പപ്പായ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇത് ഇന്നലെ ഒരിടത്തു നിന്ന് കിട്ടിയതാണ് കേട്ടോ. പപ്പായ കുറേ നാളായി പപ്പായ വച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പപ്പായ തോരൻ വെച്ചത് കൊണ്ട് ഒരു വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വയ്ക്കുന്ന രീതിയാണ് കേട്ടോ എടുത്തത്. അതിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മുടെ പപ്പായ അവിടെ അടച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ തേങ്ങയൊക്കെ തിരികെ എടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കും. അപ്പോൾ എല്ലാ തോരത്തിനും തയ്യാറാക്കിയെടുക്കുമ്പോൾ തന്നെ തേങ്ങയും 2 അല്ലി വെളുത്തുള്ളിയും ജീരകവും മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരപ്പ് തയ്യാറാക്കിയെടുക്കുന്നത്. എല്ലാ തോരത്തിനും നമ്മളിങ്ങനെ തന്നെയല്ലോ എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചതച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ചതച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതെടുത്തിട്ട് നമ്മുടെ പപ്പായ വെന്ത് വന്ന സമയത്ത് നമ്മുടെ അരപ്പ് കൂടി അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ ഇത് പപ്പായ കൊണ്ട് നമുക്ക് ഒത്തിരി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. ഞങ്ങൾക്ക് ഇവിടെ തോരൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ തോരൻ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഇതിന് മുമ്പ് ഒഴിച്ചുകറിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇനി ഒരിക്കൽ പപ്പായ കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ വയ്ക്കാം. അപ്പോൾ അരപ്പിട്ട് എല്ലായിടത്തും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ വച്ച് റെഡിയായി വരുമ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ്റെ അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ പപ്പായ തോരൻ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ചോറ് കഴിക്കാൻ സമയമായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ പപ്പായ തോരനും കൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.